രൂപമായി മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് രവിശങ്കർ എഴുതിയിരിക്കുന്നു. ദൈവസാന്നിധ്യം ഏതെങ്കിലും ഒരു ദിശയിൽ മാത്രം പരിമിതമാണെന്ന വിശ്വാസമില്ലാഞ്ഞിട്ടും മുസ്ലിങ്ങൾ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് അരൂപിയായ ദൈവത്തെ പരിചിതമായ ഒരു രൂപം വഴി ആരാധിക്കാൻ വേണ്ടിയാണെന്നും തുടർന്ന് അദ്ദേഹം പറയുന്നു. മുസ്ലിങ്ങൾ അള്ളാഹുവിനെ കഅബയുടെ രൂപത്തിലൂടെ ആരാധിക്കുന്നുവെന്ന പ്രസ്താവന അടിമുടി തെറ്റാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ, ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും എവിടെയും അത്തരമൊരു ആശയം പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. ഒരു മുസ്ലിമും കഅബയെ ഇടയിൽ നിർത്തി അള്ളാഹുവെ ആരാധിക്കുന്നില്ല. അത്തരം ആരാധനാ രീതികൾ ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ടതാണ്. അള്ളാഹു ഖുർആനിലെ 2-ാം അധ്യായത്തിൽ 144-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എവിടെയാണെങ്കിലും കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം. ഞങ്ങൾ മുസ്ലിങ്ങൾ നമസ്കാരം എന്ന ആരാധന നിർവഹിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കേണ്ട ദിശ മാത്രമാണ് കഅബ. ഞങ്ങൾ മുസ്ലിങ്ങൾ എല്ലാ കാര്യത്തിലും ഐക്യരൂപം ഇഷ്ടപ്പെടുന്നവരാണ്. നമസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിയണം. ആ ദിശ ഏതാകണം? വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. ഇതിൽ ഐക്യരൂപമുണ്ടാക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ എല്ലാവരും ഒരേ ദിശയിലേക്ക് തിരിയുന്നു, കഅബയുടെ ദിശയിലേക്ക്. അതാണ് ഞങ്ങളുടെ ഖിബ്ല. ആദ്യമായി ലോക ഭൂപടം തയ്യാറാക്കിയത് മുസ്ലിമായ അൽ ഇദ്രീസിയാണ്. AD 1154. ദക്ഷിണ ധ്രുവം മുകൾ ഭാഗത്തും ഉത്തരധ്രുവം താഴെയും കഅബ മധ്യത്തിലുമായിരുന്നു അതിൽ. പിൽക്കാലത്ത് പടിഞ്ഞാറൻ ഭൂമിശാസ്ത്രജ്ഞന്മാർ ലോകഭൂപടം മാറ്റിവരയ്ക്കുകയും ദക്ഷിണ ധ്രുവം താഴെയും ഉത്തരധ്രുവം മുകളിലുമാക്കി. പക്ഷേ അപ്പോഴും കഅബ ഭൂപടത്തിന്റെ മധ്യഭാഗത്ത് തന്നെയായിരുന്നു. അങ്ങനെ നിങ്ങൾ വടക്കാണെങ്കിൽ തെക്കോട്ട് തിരിയണം. തെക്കുള്ളവർ വടക്കോട്ടും കിഴക്കുള്ളവർ പടിഞ്ഞാറും പടിഞ്ഞാറുള്ളവർ കിഴക്ക് ദിശയിലേക്കും നമസ്കരിക്കാനായി തിരിയുന്നു. ഹജ്ജിന്റെയും ഉംറയുടെയും സമയത്ത് ഞങ്ങൾ മക്കയിലേക്ക് പോകുമ്പോൾ സർവശക്തനായ അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതുകൊണ്ടാണ്. യുക്തിപരമായി ആലോചിച്ചാൽ വൃത്തരൂപത്തിലുള്ള പ്രദക്ഷിണം ഓരോ വൃത്തത്തിനും ഒരു കേന്ദ്രമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുവെന്നും അത് ദൈവത്തിന്റെ ഏകത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും എനിക്ക് പറയാം. അപ്പോൾ മുസ്ലിങ്ങൾ രൂപമജ്ഞാതമായ ഒരു രൂപം വഴി ആരാധിക്കുന്നുവെന്ന പ്രസ്താവന ഒരു മഹാ അപരാധമായിട്ടാണ് ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് പുസ്തകത്തിന്റെ 26-ാം പേജിൽ ശ്രീ രവിശങ്കർ എഴുതുന്നത്: മുഹമ്മദ് നബി മക്ക വിജയത്തിന്റെ സമയത്ത് കഅബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുച്ചൂടും തകർത്തപ്പോൾ അവിടുത്തെ കേന്ദ്ര ആരാധനാ വസ്തുവായിരുന്ന കറുത്ത ശിലയെ, ഹജറുൽ അസ്വദിനെ നശിപ്പിക്കാതെ അവശേഷിപ്പിച്ചുവെന്നാണ്. കഅബയിലുള്ള കറുത്ത കല്ല് ഒരു ആരാധനാ വസ്തുവായിരുന്നു എന്ന പരാമർശം പൂർണ്ണമായും തെറ്റാണ്, തീരെ ആധികാരികമല്ല. അറേബ്യയുടെ ഏതെങ്കിലും യുഗത്തിൽ ഏതെങ്കിലും ബഹുദൈവാരാധകൻ ഹജറുൽ അസ്വദിനെ ആരാധിച്ചിരുന്നുവെന്നതിന് പ്രാമാണികമായ ഒരു ചരിത്രരേഖയും ഹാജരാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ മാത്രമല്ല അത്തരമൊരു ചരിത്രത്തിന് തെളിവില്ലാത്തത്. ഒരു ചരിത്ര പുസ്തകത്തിലും നിങ്ങൾക്കത് കണ്ടെത്തുക സാധ്യമല്ല. പുസ്തകത്തിന്റെ 6-ാമത്തെ പേജിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും പ്രാർത്ഥനയ്ക്ക് മുമ്പായി കൈകാലുകൾ കഴുകുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വെള്ളം ഉപയോഗിച്ച് അംഗശുദ്ധി വരുത്തുന്ന ഈ സമ്പ്രദായം അറേബ്യയിൽ നിലനിന്നിരുന്ന വൈദിക സംസ്കാരത്തിൽ നിന്ന് മുസ്ലിങ്ങൾ കടമെടുത്തതാണെന്നും ജൂത ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ അത്തരമൊരാചാരം കണ്ടെത്താൻ കഴിയില്ലെന്നുമാണ് തുടർന്നുള്ള സമർത്ഥനം. മുസ്ലിങ്ങളും ചില ഹിന്ദുക്കളും അംഗസ്നാനം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞതിനോട് ഞാൻ വളരെ യോജിക്കുന്നു. എന്നാൽ അംഗശുദ്ധി വരുത്തുന്ന സമ്പ്രദായം ജൂത ക്രിസ്തീയ പാരമ്പര്യങ്ങളിൽ കാണാൻ കഴിയാത്ത ഒരു സെമിറ്റിക്കേതര ആചാരമാണെന്നും അറേബ്യയിൽ നിലനിന്നിരുന്ന വൈദിക സംസ്കാരത്തിൽ നിന്നാണ് മുസ്ലിങ്ങൾ അത് കടം കൊണ്ടതെന്നുമുള്ള പ്രസ്താവന ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊരു വേദവിദ്യാർത്ഥി കൂടിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വെള്ളം ഉപയോഗിച്ച് ആരാധനയ്ക്ക് മുമ്പായി അംഗശുദ്ധി വരുത്തുന്ന രീതി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ബൈബിൾ പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ 40-ാം അധ്യായത്തിലെ 31-32 വചനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മുമ്പായി മോശയും അഹരോനും ദൈവകൽപ്പന പ്രകാരം കൈകാലുകൾ കഴുകിയതായി വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിലാകട്ടെ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിലെ 26-ാം വചനത്തിൽ പൗലോസ് അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ടത് പ്രകാരം ദൈവസന്നിധിയിൽ നിൽക്കാനായി ജനങ്ങളുടെ കൂടെ അംഗശുദ്ധി വരുത്തിയ കഥ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ് അംഗശുദ്ധി. ഇസ്ലാമിന്റെയും മതതാരതമ്യ പഠനത്തിന്റെയും രംഗത്തെ ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ജീവനകല വിശദീകരിക്കുന്ന ഏറ്റവും നല്ല ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആണ് എന്ന് എനിക്ക് പറയാം. വിശുദ്ധ ഖുർആനിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ ശ്രീ രവിശങ്കറിന് സമ്മാനിക്കാൻ ആഗ്രഹിക്കുകയാണ്.
മിക്ക മതങ്ങളുടെയും അനുയായികൾ ദൈവം വിവിധ രൂപങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. മനുഷ്യരൂപത്തിലടക്കം ദൈവം പലതവണ വരുമെന്ന് അവർ കരുതുന്നു. ഇത്തരമൊരു വിശ്വാസത്തിന് തെളിവായി ചില യുക്തിവാദങ്ങളാണ് അവർക്കുള്ളത്. ദൈവം അങ്ങേയറ്റം പരിശുദ്ധനായതുകൊണ്ട് മനുഷ്യന്റെ ന്യൂനതകളെക്കുറിച്ച് അവൻ അറിയില്ലെന്നും, കോപം, സങ്കടം, അക്രമത്തിനിരയാകൽ തുടങ്ങിയ വിരുദ്ധമായ മാനസികാവസ്ഥകളിൽ മനുഷ്യന്റെ വൈകാരികത ദൈവത്തിനറിയില്ലെന്നും, അതുകൊണ്ട് മനുഷ്യന് ഗുണകരമായിട്ടുള്ളതും ദോഷകരമായിട്ടുള്ളതും ഏതൊക്കെ കാര്യങ്ങളാണെന്നറിയാൻ ദൈവം സ്വയം ഒരു മനുഷ്യനായി ഭൂമുഖത്തേക്ക് അവതരിക്കുകയാണത്രേ ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ ഈ ന്യായം വളരെ യുക്തിപരമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് മറ്റൊന്നാണ്. ഞാൻ ഒരു ടേപ്പ് റെക്കോർഡർ നിർമ്മിച്ചാൽ ആ ടേപ്പ് റെക്കോർഡറിന് ഹിതകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ ദോഷകരമായി ബാധിക്കുന്നത് എന്തൊക്കെയാണെന്നും അറിയാൻ ഞാൻ സ്വയം ഒരു ടേപ്പ് റെക്കോർഡറായി മാറേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. ഞാനൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ തയ്യാറാക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. കാസറ്റ് കേൾക്കാൻ കാസറ്റ് പ്ലെയറിൽ വെച്ച ശേഷം പ്ലേ ബട്ടൺ അമർത്തുക, അവസാനിപ്പിക്കാൻ സ്റ്റോപ്പ് ബട്ടൺ അമർത്തുക, ഉയരത്തിൽ നിന്ന് താഴേക്കിടുക, വെള്ളത്തിൽ മുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ടേപ്പ് റെക്കോർഡർ തകരാറിലാക്കുമെന്നൊക്കെ എഴുതിയൊരു മാനുവൽ ഞാൻ ഉണ്ടാക്കേണ്ടി വരും. ഇതുപോലെ മനുഷ്യരുടെ മുഴുവൻ സൃഷ്ടാവായ ദൈവം തമ്പുരാന് മനുഷ്യരെക്കുറിച്ചറിയാൻ മനുഷ്യനായി അവതരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സർവശക്തനായ ദൈവം ധർമാധർമ്മങ്ങളെ വകതിരിച്ച് വിശദീകരിക്കാൻ സ്വയം മനുഷ്യനായി അവതരിക്കേണ്ടതുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നതൊക്കെ നന്മയും ഇന്നതൊക്കെ തിന്മയുമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാർഗനിർദ്ദേശക ഗ്രന്ഥം അവതരിപ്പിക്കുക മാത്രമേ അവൻ ചെയ്യേണ്ടതുള്ളൂ. മാനവരാശിക്ക് വേണ്ടി ദൈവം അവതരിപ്പിച്ച അവസാനത്തെ ഇൻസ്ട്രക്ഷൻ മാനുവലാണ് വിശുദ്ധ ഖുർആൻ. ജീവനകരയെ സംബന്ധിച്ച് സ്രഷ്ടാവിനേക്കാൾ നന്നായി വിശദീകരിക്കാൻ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ജീവനകല അഥവാ ആർട്ട് ഓഫ് ലിവിംഗ് വിശദീകരിക്കുന്ന ഏറ്റവും നല്ല ഗ്രന്ഥം ഇതാണെന്ന് ഞാൻ പറയുന്നത്. മനുഷ്യർക്കുള്ള മാർഗനിർദ്ദേശ ഗ്രന്ഥമാണത്. അനുമതികളും മരുതുകളും ധർമ്മനിഷ്ഠമായ ജീവിതരീതിയും കൃത്യമായി വരച്ചു കാണിക്കുന്ന ഗ്രന്ഥം. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായത്തിലെ 108-ാം വചനം ഉദ്ധരിച്ചുകൊണ്ട് എന്റെ ഈ സംസാരം ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുവിനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. അവർ വിവരമില്ലാതെ അതിക്രമമായി അല്ലാഹുവെ ശകാരിക്കാൻ അത് കാരണമായിരിക്കും. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദൈവസങ്കല്പം ഹിന്ദുമതത്തിലും ഇസ്ലാമത്തിലും എന്ന വിഷയത്തിൽ സംസാരിക്കാനായി ഞാൻ ശ്രീ രവിശങ്കറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.